ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് റാഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും SCRT പാഠപുസ്തകമാണ്. അപ്പോ അതിന്റെ സോഷ്യൽ സയൻസ് ഭാഗം 1 രണ്ടാമത്തെ ബുക്കാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് എന്താണ് രാഷ്ട്രം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സംസാരിച്ചത്. ഇനി നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെ കുറിച്ച് നോക്കുവാനായിട്ട് പോവുകയാണ്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം എങ്ങനെ നിലവിൽ വന്നു എന്ന ഈ സിദ്ധാന്തങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സിദ്ധാന്തങ്ങൾ വിശദമാക്കുന്നു. രാഷ്ട്രം എങ്ങനെയാണ് ഒരു രാഷ്ട്രം രൂപപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രം നിലവിൽ വന്നത് എന്നുള്ള ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തങ്ങളാണ് എന്ന് പറയുന്നത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. അവ 4 തരത്തിലാണ്. ഒന്ന് ദൈവദത്ത സിദ്ധാന്തം, രണ്ടാമത്തേത് പരിണാമ സിദ്ധാന്തം, മൂന്നാമത്തേത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, നാലാമത്തേത് ശക്തി സിദ്ധാന്തം. ഇനി ഇവ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ദൈവദത്ത സിദ്ധാന്തം. അതായത് രാഷ്ട്രം എന്താണ്, രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്, ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും, എന്താണ് ദൈവത്തോട് മാത്രമേ എന്തിനുള്ളൂ, രാജാവിന് കടപ്പാടുള്ളൂ എന്നും പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള രാഷ്ട്രങ്ങൾ, ആ സിദ്ധാന്തം അങ്ങനെ രൂപപ്പെടുന്ന രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത് ദൈവദത്ത രാഷ്ട്ര സിദ്ധാന്തം, അല്ലെങ്കിൽ എന്താണ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. രാഷ്ട്രം ദൈവ സൃഷ്ടിയാണെന്നും രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. അതായത് രാജഭരണം നിലനിൽക്കുന്ന എന്താണ് പഴയ ഒരുവിധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ എന്താണ് രൂപപ്പെട്ടത്, എന്താണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി രണ്ടാമത്തേത് പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപം കൊള്ളുന്നത്. അതായത് എന്താ പറയുക, ചരിത്രത്തിന്റെ സൃഷ്ടികളാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് പല സംഭവങ്ങളുടെ പല സംഭവ വികാസങ്ങളുടെ ഫലമായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്, ഒരു ചരിത്ര സൃഷ്ടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അതൊരു വലിയൊരു സാമൂഹിക പരിണാമ പ്രക്രിയയിലൂടെയാണ് എന്ത് രൂപപ്പെട്ടത്, ആ രാഷ്ട്രം രൂപപ്പെട്ടത്. അതാണ് എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്ത രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം കൊടുത്തു. അതായത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രമൊക്കെ രൂപപ്പെട്ടതുപോലെ, അതായത് ജനങ്ങൾ രൂപം നൽകുന്ന ഒരു കരാർ, അതായത് ഒരു ഭരണഘടനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവ രാഷ്ട്രത്തിന് രൂപം കൊടുത്തു. ഇനി അടുത്തത് ശക്തി സിദ്ധാന്തമാണ്. ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ എന്താണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ എന്താണ് ഇപ്പോ അത് കുറവാണ്. പഴയകാല ചരിത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിദ്ധാന്തം ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അതായത് റോമാ സാമ്രാജ്യം എന്താണ്, വലിയ വിശാലമായിട്ടുള്ള റോമാ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് ഒരുപാട് ദുർബലരായിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടാണ്, കീഴടക്കിയിട്ടാണ്. അപ്പോ ഇങ്ങനെ 4 രീതിയിലാണ് എന്തുണ്ടാകുന്നത്, രാഷ്ട്രങ്ങളുടെ രൂപീകരണം ഉണ്ടാകുന്നത്. ദൈവദത്ത സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, അവസാനത്തേത് ശക്തി സിദ്ധാന്തം. മുകളിൽ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും സ്വീകാര്യമായത് പരിണാമ സിദ്ധാന്തമാണ്. വിവിധ സാഹചര്യങ്ങളുടെ സ്വാധീനഫലമായിട്ട് രാഷ്ട്രം രൂപം കൊള്ളുകയും വിവിധ വികാസ പരിണാമങ്ങളിലൂടെ എന്താണ് ഇന്നത്തെ രൂപത്തിൽ എത്തുകയും ചെയ്യുന്നു.
ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നു. ഗോത്രം, ഗോത്രസഭ, ഗോത്രഭരണം എന്നിവയിൽ തുടങ്ങി നഗര രാഷ്ട്രം, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, ഫ്യൂഡൽ രാഷ്ട്രം എന്നിങ്ങനെ എന്താണ് വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്തു രാഷ്ട്രങ്ങൾ നിലനിന്നിരുന്നു. ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? ദേശരാഷ്ട്രം അഥവാ നാഷൻ സ്റ്റേറ്റ് എന്നുള്ളതാണ്. പൊതുവായി ഒരു ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയിട്ട് രൂപം കൊള്ളുന്നവയാണ് ഇവ. അതുകൊണ്ടാണ് ഇവയെ എന്ന് പറയുന്നത് ദേശരാഷ്ട്രം എന്ന് പറയുന്നത്. ഇന്ന് എന്താണ് ഇവിടെയുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളിൽ എന്താണ് ഒരു ദേശീയതയിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഇന്ത്യ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിലും എന്താണ് ഒരു ദേശീയതയിൽ രൂപം കൊണ്ടിട്ടുള്ളവയാണ്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇവയെ ദേശരാഷ്ട്രം, നേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി രാഷ്ട്രവും പൗരനും. രാഷ്ട്ര രൂപീകരണത്തിന് ജനങ്ങൾ അത്യാവശ്യമാണ് എന്ന് നമ്മൾ എന്താണ് ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോ ഇന്ത്യൻ പൗരന് രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുവാനായിട്ട് എന്താണ് അനിവാര്യമായിട്ടുള്ള സംഭവമാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ എന്താണ് ദേശീയത എന്നുള്ളത് രേഖപ്പെടുത്താറുണ്ട്. ഒരു വ്യക്തിയുടെ പൗരത്വം ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ് ഇത് എന്ത് ചെയ്യുന്നത് വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അരിസ്റ്റോട്ടിൽ പൗരത്വത്തെ കുറിച്ച് പറയാൻ നമുക്ക് നോക്കാം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാവുന്നതാണ്. എന്താണ് അരിസ്റ്റോട്ടലിന്റെ ഡെഫിനിഷൻ ആണ് പൗരൻ എന്നതിനെ കുറിച്ച് കൊണ്ട് അരിസ്റ്റോട്ടലിന്റെ ഡെഫിനിഷൻ ആണ്. ഓർത്തു വെക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ചോദ്യം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ചോദ്യം വേണമെങ്കിൽ PSC എന്ത് ചെയ്യാം ചോദിക്കാം. ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും എന്താണ് ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞതാരാണ്? അരിസ്റ്റോട്ടിലാണ്. ഗ്രീക്ക് ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് എന്താ ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണത്തിലും എന്താണ് നീതി നിർവഹണത്തിലും പങ്കെടുക്കുവാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്ത് ചെയ്യാം പൗരൻ എന്ന് വിളിക്കാം. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം ആണ് ഇവിടെ ഇത് നിങ്ങൾ ഈ ഒരു ചാർട്ട് കാണുന്നത്. അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് പൗരന് ചില അവകാശങ്ങൾ നൽകും. എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത്? പൗരന് ചില അവകാശങ്ങൾ നൽകും. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, രാഷ്ട്രത്തിന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലംഘിക്കുവാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ചില അവകാശങ്ങൾ ആർക്ക് നൽകും? പൗരന് നൽകും. പൗരൻ തിരിച്ചെന്ത് നൽകണം? പൗരൻ തിരിച്ച രാഷ്ട്രത്തിനോട് കടപ്പാടുള്ളവനായിരിക്കണം, കടമയുള്ളവനായിരിക്കണം. ഇതാണ് എന്താ രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായിട്ടുള്ള അംഗത്വമാണ് എന്ന് പറയുന്നത് പൗരത്വം എന്ന് പറയുന്നത്. എന്താണ് ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായിട്ടുള്ള അംഗത്വത്തെയാണ് എന്തെന്ന് പറയുന്നത് പൗരത്വം എന്ന് പറയുന്നത്. പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കുവാൻ പ്രാപ്തനാക്കുന്നു. എന്താണ് പൗരത്വം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? പ്രാപ്തനാക്കുന്നു. ഇനി രാഷ്ട്രവും പൗരനും എന്താണ് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ഇത് നോക്കിയിട്ട് മനസ്സിലായത് എന്താണ്? രാഷ്ട്രത്തിന് പൗരനോട് എന്തുണ്ട്? രാഷ്ട്രം പൗരന് എന്ത് നൽകും? അവകാശങ്ങൾ നൽകും. തിരിച്ച് പൗരൻ എന്ത് കൊടുക്കണം? രാഷ്ട്രത്തിന് കടമകൾ, അതായത് എന്താണ് പൂർണ്ണവനായിരിക്കണം. അത് രാഷ്ട്രത്തിനോട് ചില കടമകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പൗരന്മാര് നിർവഹിക്കേണ്ടതുണ്ട്. രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ തന്നെ പൗരൻ എന്തുണ്ട്? രാഷ്ട്രത്തോട് കടമകളുണ്ട് എന്നും വ്യക്തമാക്കുന്നു. നമ്മുടെ ഭരണഘടനാ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ നമ്മുടെ ഭരണഘടനാ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മൗലിക കടമകൾ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? പൗരന് അവകാശങ്ങൾ ഉള്ളത് പോലെ തന്നെ എന്തുണ്ട്? പൗരന് രാജ്യത്തിനോട് കടമകളുണ്ട് എന്നുള്ള സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ഇനി നോക്കാം. ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെ പൗരത്വം എന്ന ആശയത്തിന് എന്താണ് പ്രാധാന്യം ലഭിച്ചത്? ജനാധിപത്യ വ്യവസ്ഥ ഭരണനിർവഹണത്തിൽ പൗരന്റെ പങ്കാളിത്തവും രാഷ്ട്രീയ അവകാശങ്ങളും എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തലും
പൗരന് മാത്രം ലഭ്യമാകുന്ന അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് രാഷ്ട്രീയ അവകാശം എന്ന് പറയുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കുവാനുള്ള അവകാശം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വോട്ട് ചെയ്യുവാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ആളുകളും എന്താണ് പൗരന്മാരാണോ? അല്ല. എന്താണ് പൗരന്മാരെ കൂടാതെ ആരുണ്ടാവും? സിറ്റിസൺസ് ആൻഡ് ഏലിയൻസ്. അതായത് എന്താണ് പൗരന്മാരും എന്താണ് വിദേശികളും ഉണ്ടാകും. ഒരു രാജ്യത്ത് എന്താണ് പൗരന്മാരും വിദേശികളും ഉണ്ടാകും. എന്താണ് നമുക്ക് തന്നെ അറിയാം എന്താണ് ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികൾ എന്തുണ്ട് വിവിധ രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പൗരന് ലഭ്യമാകുന്ന എല്ലാ അവകാശങ്ങളും ആർക്ക് ലഭിക്കില്ല? വിദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കില്ല. അപ്പോ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ എന്താണ് ഒരാള് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ലഭിക്കില്ല? അദ്ദേഹത്തിന് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവകാശമൊന്നും എന്ത് ചെയ്യില്ല, നിഷേധിക്കുകയുമില്ല. അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കും. പക്ഷെ എന്ത് ലഭിക്കില്ല? രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുന്നത് ലഭിക്കുകയില്ല. നമുക്ക് നോക്കാം. ഈ ലാറി ബേക്കറിനെ കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. 1917 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ ജനിച്ചു. 1945 ലെപ്രസി മിഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ത്യയിലെത്തി. ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? വളരെയധികം സ്വാധീനിക്കുകയും എന്താണ് കേരളത്തിൽ ചിലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നു. ആരാണ് വാസ്തുവിദ്യാ മേഖലയിൽ എന്താണ് ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ലാറി ബേക്കർ എന്ന് പറയുന്നത്. 1989 അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. 2007 അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിക്കുകയും ചെയ്തു. ആർജിത പൗരത്വത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ബേക്കർ ഇന്ത്യൻ പൗരനായത്. നമ്മൾ എന്താണ് പൗരത്വത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അതെന്താണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ജന്മന ബൈ ബർത്ത് എന്താണ് പൗരത്വം നേടാം. ഡിസെന്റ് അതായത് എന്താണ് തലമുറ അനന്തരാവകാശം കൈമാറ്റം വഴി എന്താണ് നമുക്ക് പൗരത്വം നേടാം. രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യാം? പൗരത്വം നേടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ആർജിത പൗരത്വത്തിലൂടെയാണ് ലാറി ബേക്കർ എന്ത് ചെയ്തത്? ഇന്ത്യയുടെ പൗരത്വം നേടിയത്. വേണമെങ്കിൽ അത് ഓർത്തു വെക്കാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ചോദ്യമായിട്ടൊക്കെ വരുവാനായിട്ട് സാധ്യതയുണ്ട്. നോക്കുക, പൗരത്വം എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് സ്വാഭാവിക പൗരത്വവും രണ്ടാമത്തേത് എന്താണ് ആർജിത പൗരത്വവും. സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത് ജന്മന ലഭിക്കുന്ന പൗരത്വമാണ്. അതായത് ഇന്ത്യക്കാരനായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്വാഭാവിക പൗരത്വമാണ്. അതായത് എന്താണ് ജന്മന ലഭിക്കുന്ന പൗരത്വമാണ്. അതായത് ഇനി മറ്റേത് ആർജിത പൗരത്വം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അദ്ദേഹം ഇന്ത്യയിലായിരിക്കില്ല, ഇന്ത്യക്കാരനായിട്ടായിരിക്കില്ല എന്ത് ചെയ്തത് ജനിച്ചിട്ടുണ്ടാവുക. എന്നാൽ എന്താണ് ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് എന്തെന്ന് പറയുന്നത് ആർജിത പൗരത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്താണ് ആർജിത പൗരത്വം നമുക്ക് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ പൗരത്വം നേടുന്നതിന് എന്താണ് ഇന്ത്യൻ പാർലമെന്റ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഇത്ര വർഷം ഇന്ത്യയിൽ ജീവിച്ച ആളായിരിക്കണം, അങ്ങനെ എന്താണ് ഇതൊക്കെ ഫുൾഫിൽ ചെയ്ത് ആ രാഷ്ട്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ആകുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം മറ്റൊരു രാജ്യത്ത് ജനിച്ച വ്യക്തിക്കും എന്ത് ചെയ്യാം വേറൊരു രാജ്യത്ത് പൗരത്വം നേടാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അതിനെയാണ് നമ്മൾ ആർജിത പൗരത്വം എന്ന് പറയുക.
ഇനി രാഷ്ട്രതന്ത്രശാസ്ത്രം. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രം, ഗവൺമെന്റ് എന്നിവയെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എന്താണ് പുരാതന കാലം മുതൽ തന്നെ എന്ത് ചെയ്തിരുന്നു, ആരംഭിച്ചിരുന്നു. മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിനാൽ എന്താണ് രാഷ്ട്രീയ വിഷയങ്ങളെ കൂടുതൽ സമഗ്രമായിട്ടുള്ള വിശകലനത്തിനും പഠനത്തിനും എന്ത് ചെയ്യേണ്ടതുണ്ട്, വിധേയമാക്കേണ്ടതുണ്ട്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പഠന മേഖല എന്ന നിലയിലാണ് എന്തുണ്ടാകുന്നത്, രാഷ്ട്ര തന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് നിലവിൽ വന്നത്. പുരാതന ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ എന്താണ് രാഷ്ട്ര തന്ത്രശാസ്ത്രത്തിന് നൽകിയിരിക്കുന്ന നിർവചനമാണ് എന്ത് ചെയ്യുന്നത് താഴെ പറയുന്നത്. അതായത് രാഷ്ട്രത്തെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്ര തന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാണ് രാഷ്ട്രത്തെ കുറിച്ച്, രാഷ്ട്രത്തിലുള്ള ഗവൺമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്ര തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലാണ് അത് നിർവചിച്ചിട്ടുള്ളത്. രാഷ്ട്രം, ഗവൺമെന്റ് എന്നീ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്ര തന്ത്രശാസ്ത്രം. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തന്റെ കൃതിക്ക് അരിസ്റ്റോട്ടിൽ എന്താണ് പൊളിറ്റിക്സ് എന്ന എന്ത് ചെയ്തു പേര് നൽകി. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തന്റെ കൃതിക്ക് അരിസ്റ്റോട്ടിൽ നൽകിയ പേരാണ് പൊളിറ്റിക്സ് എന്ന്. അപ്പോ നമുക്ക് അവിടെ ഒരു ചോദ്യം ലഭിക്കുകയാണ്, എന്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്ന പുസ്തകങ്ങളിൽ അരിസ്റ്റോട്ടിൽ രചിച്ച കൃതി ഏതാണ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യം വരാം. രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യത്തെ കൃതിയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ എന്താണ് രാഷ്ട്ര തന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഈ പറയുന്ന അരിസ്റ്റോട്ടിലിന് ശേഷം എന്താണ് സോക്രട്ടീസും പ്ലോട്ടോയും തുടങ്ങിയവരെല്ലാവരും എന്താണ് ഈ രാഷ്ട്ര തന്ത്രശാസ്ത്ര മേഖലയിൽ എന്താണ് ഒരുപാട് സംഭാവനകൾ നൽകിയതാണ്. നഗരരാഷ്ട്രം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായിട്ടുള്ള പോളിസ് എന്ന പദത്തിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോ പൊളിറ്റിക്സ് ഏത് ഭാഷ, ഏത് ലാംഗ്വേജിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഗ്രീക്ക് പദമായിട്ടുള്ള പോളിസ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നഗരരാഷ്ട്രം എന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പദം ചെയ്യപ്പെട്ടിട്ടുള്ളത്, രൂപം കൊണ്ടിട്ടുള്ളത്. രാഷ്ട്രതന്ത്ര പഠനം തുടക്കത്തിൽ രാഷ്ട്രം, ഗവൺമെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുമാണ് പഠനം നടത്തിയത്. ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന ആശയത്തിന് എന്ത് ചെയ്തു, പ്രാധാന്യം ലഭിച്ചു. ഇതിന്റെ പരിണിത ഫലമായിട്ട് എന്താണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പഠനത്തോടൊപ്പം രാഷ്ട്രീയ പ്രക്രിയയും രാഷ്ട്ര തന്ത്ര പഠനത്തിന്റെ എന്ത് ചെയ്തു ഭാഗമായി. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പഠന മേഖല എന്താണ് നിരന്തരം വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതാണ്. അതായത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയം, താരതമ്യ രാഷ്ട്രീയം, പൊതുഭരണം എന്നിവയൊക്കെ കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ഇതോടെ എന്താണ് ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമ്മൾ അടുത്ത 2 ചാപ്റ്റർ കൂടി എന്താണ് നമ്മൾ ഇന്ന് എടുക്കും. അതായത് ഇത് 2 ചാപ്റ്ററും, ഈ 2 ചാപ്റ്ററും എന്താണ് നമുക്ക് വളരെ PSCയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ചോദ്യങ്ങളൊന്നും വരാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു മേഖലയാണ്. പക്ഷെ SCERT പാഠപുസ്തകം ആയതുകൊണ്ട് നമ്മൾ എന്താണ് അതെല്ലാം ഒന്ന് വായിച്ചു പോവുകയാണ്. പിന്നെ എന്താണ് നല്ല കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒന്ന് അതിലൂടെ എന്ത് ചെയ്യാം, ഒന്ന് കടന്ന് പോവാം. ഹജ്ജബാബ് മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകുന്ന, തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന നിരക്ഷരനാണ് അദ്ദേഹം. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കുവാൻ അവസരമൊരുക്കുന്ന ഒരു മാതൃകാ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഹജ്ജബ എന്ന് പറയുന്നത്. ഇനി കല്ലേൻ പൊക്കുട്ടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച
കല്ലേൻ പൊക്കുട്ടൻ പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനായിരുന്നു. 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൊക്കുട്ടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവെച്ചു. ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച കല്ലൻ പൊക്കുടൻ എന്താണ് സമൂഹത്തിൽ പരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായി മാറി. അച്ചബയും കല്ലൻ പൊക്കുടനും സാമൂഹിക നന്മയ്ക്ക് വേണ്ടി സ്വയം തെരഞ്ഞെടുത്ത മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയവരാണ്. സാധാരണ വ്യക്തികൾക്ക് പോലും വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയുമെന്നിട്ടുള്ള ഒരു സന്ദേശമാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ നൽകുന്നത്. വ്യത്യസ്ത ചിന്തയും നിസ്വാർത്ഥ പ്രവർത്തനവും സമൂഹത്തിന്റെയും സഹജീവികളുടെയും പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധവും സേവന സന്നദ്ധതയുമാണ് ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് നയിക്കുന്നത്. ഉത്തമമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് എല്ലാവരിലും എന്തുണ്ടാകണം? ക്രിയാത്മകമായിട്ടുള്ള മനോഭാവങ്ങളും മൂല്യങ്ങളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന MP അത് ചെയ്യുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് ചില പൊളിറ്റിക്കലായിട്ട് മാറി നിൽക്കുന്ന ചില നല്ല വ്യക്തിയാണ് എന്നുള്ളതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനോടോ അദ്ദേഹത്തിന്റെ രീതിയിലോടോ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മിക്കപ്പോഴും ഈ ഇവിടത്തെ ജനങ്ങളെ വിളിക്കുന്നത് പ്രജകൾ എന്നാണ്. പ്രജകൾ എന്നാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു ഹാങ് ഓവർ. ഇവിടുത്തെ ജനങ്ങളെ പ്രജകൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ആധുനിക സമൂഹത്തിൽ എന്തില്ല? പ്രജ എന്ന് പറയുന്നത് രാജഭരണകാലത്തെ പദപ്രയോഗമാണ്. ഈ നാട്ടിൽ പ്രജകളില്ല. നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സിറ്റിസൺസ് ആണ്, പൗരന്മാരാണ്. ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും എന്തെന്നാണ് അറിയപ്പെടുന്നത്? പൗരൻ എന്നറിയപ്പെടുന്നു. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും സമൂഹത്തിന് ഉത്തമ താല്പര്യങ്ങളാണ് പൗരന്റേതെന്നുള്ള തിരിച്ചറിവാണ് എന്തെന്നുള്ളത് പൗരബോധം എന്ന് പറയുന്നത്. പൗരബോധമുള്ളവർ എന്ത് ചെയ്യും? അവനവനോട് മാത്രമല്ല സമൂഹത്തിനോടും മാനവികതയോടും ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും. നമുക്ക് ഉണ്ടാകേണ്ട ഒരു സാധനമാണ് പൗരബോധം എന്ന് പറയുന്ന സംഭവം. വളരെ കുറവാണ് ഇന്ത്യക്കാരുടെ. പൗരബോധത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിയെ പൗരബോധം എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സ്വാധീനിക്കുന്നു. പൗരബോധമില്ലെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യൻ സ്വാർത്ഥനാവും. എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല. ഒരു ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിന് പൗരബോധം എന്നുള്ളത് പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു നല്ല ഭരണകൂടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് എന്തുകൂടി വേണം? പൗരബോധമുള്ള പൗരന്മാരെ കൂടി ഉണ്ടാകണം. പൗരബോധമുള്ള പൗരന്മാരുണ്ടാകുന്നിടത്തെ ഒരു നല്ല ഗവൺമെന്റ് ഉണ്ടാകുകയുള്ളൂ. അത് മറ്റൊരു കേസാണ്. ഒരു ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിന് പൗരബോധം സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലും സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും എന്ത് ചെയ്യുന്നു? ഇത് സമൂഹത്തെ സഹായിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലും സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും എന്ത് ചെയ്യുന്നു? ഇത് സമൂഹത്തെ സഹായിക്കുന്നു. കേരള ജനതയെ ദുരിതത്തിലാഴ്ത്തിയ 2018 ഓഗസ്റ്റിലെ മഹാപ്രളയത്തെ അതിജീവിക്കാനായത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ്. ഇത് പൗരബോധത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? പരിഗണിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് പൗരബോധത്തെ നിർണയിക്കുന്നത്? പൗരബോധ രൂപീകരണത്തെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. പൗരബോധത്തെ എന്ത് ചെയ്യുന്നു? ജീവിത സാഹചര്യം ജീവിത സാഹചര്യങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. ഓരോ വ്യക്തിക്കും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നതിനാൽ പൗരബോധത്തിനും എന്തുണ്ടാകും? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇനി പൗരബോധത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് കുടുംബമാണ്, രണ്ടാമത്തേത് വിദ്യാഭ്യാസമാണ്, മൂന്നാമത്തേത്
സോഷ്യൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥയാണ്. ഇനി എന്താണ്? നാലാമത്തേത് സംഘടനകളാണ്. അഞ്ചാമത്തേത് രാഷ്ട്രീയ വ്യവസ്ഥയാണ്. എന്തൊക്കെയാണ്? കുടുംബം, വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, സംഘടനകൾ, രാഷ്ട്രീയ വ്യവസ്ഥ. ഇത്രയും 5 കാര്യങ്ങളാണ് എന്തിനു നൽകുന്നത്? പൗരബോധത്തെ എന്ത് ചെയ്യുന്നത്? നിർണ്ണയിക്കുന്നത്. മുകളിൽ നൽകിയിട്ടുള്ള ഓരോ ഘടകവും എന്താണ്? വ്യക്തി രൂപീകരണത്തെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അവ മനുഷ്യന്റെ ചിന്തകളെയും പ്രവർത്തനത്തെയും രൂപപ്പെടുത്തുന്നു. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, പ്രതികൂലവും വെല്ലുവിളി ഉയർത്തുന്നതുമായിട്ടുള്ള സാഹചര്യവും ഒരു വ്യക്തിയിൽ എന്താണ്? ശക്തമായിട്ടുള്ള പൗരബോധം രൂപപ്പെടുത്തുന്നതിന് സഹായകമാകും. ഇനി പൗരബോധം എങ്ങനെ വളർത്തിയെടുക്കാം? പൗരബോധം വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് എന്താണ്? അനിവാര്യമാണ്. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്. ഏത് സമൂഹവും പൗരബോധം വളർത്തുന്നതിന് എന്താണ്? ക്രിയാത്മക നടപടികൾ കൈക്കൊള്ളാറുണ്ട്. ഇനി എന്താണ് കുടുംബം? മുതിർന്നവരെ ബഹുമാനിക്കുവാനും സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടാനും നമ്മൾ പഠിക്കുന്നത് പ്രാഥമിക സ്ഥാപനമായിട്ടുള്ള കുടുംബത്തിൽ നിന്നാണ്. എന്താണ്? ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന്റെ ഏറ്റവും ബേസ് ലെവലാണ് എന്തെന്ന് പറയുന്നത് ഒരു ഫാമിലി എന്ന് പറയുന്നത്, ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വീടുകളിൽ നിന്നാണ് നമ്മളുടെ മക്കൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അല്ലെങ്കിൽ എന്താണ്? അവർ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിയായിട്ട് അവൻ ജീവിക്കാൻ ആരംഭിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും എന്താണ്? കുടുംബങ്ങളിൽ നിന്നാണ്. മുതിർന്നവരെ ബഹുമാനിക്കുവാൻ സാമൂഹിക സേവനങ്ങളിൽ എന്താണ്? ഏർപ്പെടുവാനൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? പ്രാഥമിക സ്ഥാപനമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ്. അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും എന്താണ്? കുടുംബം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും പലപ്പോഴും എന്ത് ചെയ്യുന്നു? ഉന്നതമായിട്ടുള്ള പൗരബോധം എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. ഓരോ വ്യക്തിയും കുടുംബത്തിന് വേണ്ടിയും കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുമാണെന്നുള്ള ബോധ്യം എന്താണ്? കുടുംബാന്തരീക്ഷത്തിൽ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കുവാനായിട്ട് കഴിയണം. അടുത്തത് വിദ്യാഭ്യാസമാണ്. വിവിധ വിഷയങ്ങളിലൂടെ എന്താണ്? പഠനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ എന്താണ്? സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുവാൻ എന്ത് ചെയ്യുന്നു? വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? വിവിധ വിഷയങ്ങളുടെ പഠനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുവാൻ എന്ത് ചെയ്യുക? വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വ ഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്രാവബോധം തുടങ്ങിയ വളർത്തിയെടുക്കുവാൻ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്താണ്? സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യണം? സാധിക്കണം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ എന്താണ്? പൗരബോധം എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിയും. ഇനി സംഘടനകൾ. രാഷ്ട്രീയവും സാമൂഹികവും എന്താണ്? സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള നിരവധി സംഘടനകൾ എവിടെയുണ്ട്? നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു? ഇവ സേവന ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? പ്രാപ്തനാക്കുന്നു. അതായത് ഒരു വ്യക്തിയെ എന്താണ്? ഒരു സേവന മനസ്ഥിതിയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് ഇത്തരത്തിലുള്ള സംഘടനകളാണ്. ഉദാഹരണമായിട്ട് എന്താണ്? പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പാരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും എന്താണ്? വ്യക്തികളിൽ സൃഷ്ടിക്കുവാനായിട്ട് ഇത്തരം സംഘടനകൾക്ക് സാധിക്കും. ഇനി മാധ്യമങ്ങൾ. പൗരരൂപീകരണത്തിന് മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നു? സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വാർത്തകളും വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ശരിയായതും വസ്തുനിഷ്ഠവുമായിട്ടുള്ള വിവരങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള ആശയ രൂപീകരണത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായി ഇരിക്കണം. മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ എന്താണ്? വിമർശനാത്മകമായിട്ട് വിലയിരുത്തുകയും വേണം. മാധ്യമങ്ങൾ എന്ത് എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യരുത്? അതാണ് ശരി എന്ന് വിശ്വസിക്കരുത്. എന്ത് ചെയ്യണം? അതിന് നമ്മൾ വിമർശനാത്മകമായിട്ടുള്ള രീതിയിലാണ് കാണേണ്ടത്. മാധ്യമങ്ങൾ എന്ത് ചെയ്യണം? ശരിയായതും വസ്തുനിഷ്ഠവുമായിട്ടുള്ള വാർത്ത കൊടുക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇതിനെന്താണ്? നേരെ തലതിരിവാണ്. ഇനി ജനാധിപത്യ വ്യവസ്ഥ. പൗരബോധത്തിന്
ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അത് ജനാധിപത്യമാണ്. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി എന്താണ്? അതൊരു ജീവിത ശൈലിയാണ്. എന്താണ് ജനാധിപത്യം എന്നുള്ളത്? ഒരു ഭരണക്രമം എന്നുള്ളതിൽ ഉപരി എന്താണ്? ഒരു ജീവിത ശൈലിയാണ്. ഇന്ത്യക്കാർക്ക് പറ്റുന്നത്, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്നത് വെറും ഒരു ഭരണക്രമം മാത്രമായി പോയി. എന്താണ്? ബഹുഭൂരിപക്ഷം പേരും എന്താണ്? ഇതൊരു ഭരണക്രമം മാത്രമാണ്, എന്തില്ല ഒരു അവരുടെ ഒരു ജീവിത ശൈലിയല്ല. ജനാധിപത്യം ജീവിത ശൈലിയായിട്ട് മാറുമ്പോഴാണ് എന്താണ് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ പൗരബോധപ്പെടാവുമ്പോ. വളരെ സിമ്പിൾ ആണ് സംഭവം. ഒരു വ്യക്തി എന്ത് ചെയ്യുക, അവന്റെ ജീവിത ശൈലിയിൽ ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ളതിന്റെ വളരെ ഇതാണ്. അതായത് സ്വയം റെസ്പെക്ട് ചെയ്യുക, മറ്റാളുകളെയും റെസ്പെക്ട് ചെയ്യുക. അതാണ് സ്വയം റെസ്പെക്ട് ചെയ്യുക, മറ്റൊരാളെയും റെസ്പെക്ട് ചെയ്യുക. നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ആര് ബുദ്ധിമുട്ടിക്കരുത്, അപ്പുറത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ഒരു സാധനം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഒരു ജനാധിപത്യം എന്നുള്ളത് നിങ്ങളുടെ ഒരു ജീവിത ശൈലിയായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. എന്താണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ജനാധിപത്യ സമീപനം ഉണ്ടാകണം. ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് എന്താണ് അനിവാര്യമാണ്. മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരികെ നൽകേണ്ടതുണ്ട്. ഉയർന്ന ജനാധിപത്യ ബോധ്യത്തിന്റെ അടയാളമാണ് ജനാധിപത്യം. സഹജീവികളെ കുറിച്ച് ചിന്തിക്കുവാനും അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനും എന്ത് ചെയ്യുന്നു? വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു. ജനാധിപത്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു. എല്ലാവരും നിയമവിധേയരാണ് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ. അതായത് നമ്മളുടെ അവകാശങ്ങളെയും എന്താണ് കുറിച്ച് മാത്രമല്ല ജനാധിപത്യം പറയുന്നത്. എന്തിനെ കുറിച്ചാണ് ജനാധിപത്യം പറയുന്നത്? മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, അവന്റെ സമത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവനോട് എന്താണ് സമനായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അങ്ങനെ അവരനെ കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണ് മറ്റൊരാളെ കുറിച്ച്, അവരനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക ജനാധിപത്യത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആ ഒരൊറ്റ കൺസെപ്റ്റ് ജീവിതത്തിൽ വെച്ച് പുലർത്തിയാൽ എന്താണ് നിങ്ങളിൽ ജനാധിപത്യം ഒരു ജീവിത ശൈലിയായിട്ട് ചെയ്യുന്നതാണ്, മാറുന്നതായിരിക്കും. നോക്കുക, APJ അബ്ദുൽ കലാം, മദർ തെരേസ, മൈനമ്മ, ദശരഥ് മാഞ്ചി, എന്താണ് ഇവരൊക്കെ എന്താണ് വിവിധ സമൂഹത്തിന് എന്താണ് വിവിധ തലങ്ങളിൽ പല തരത്തിലുള്ള സംഭാവനകൾ ചെയ്തവരാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും മാനുഷികതയും സഹജീവി സ്നേഹവും കർത്തവ്യബോധവും എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുകയുണ്ടായി. സ്വന്തം പ്രവർത്തന മേഖലയിൽ എന്താണ് നിസ്വാർത്ഥവും അർപ്പണ മനോഭാവത്തോടു കൂടിയും എല്ലാവരും പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയെയും ഇത്തരത്തിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. ഇനി നോക്കാം, പൗരബോധവും ധാർമ്മികതയും. മനുഷ്യ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്ന ധാർമ്മികതയെ സംബന്ധിച്ച ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ് എന്ത് ചെയ്യുന്നത് നൽകിയിരിക്കുന്നത്. നോക്കുക, ധാർമ്മികത ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് പാടില്ല. ആദർശമില്ലാത്ത രാഷ്ട്രീയം പാടില്ല. അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസ്സാക്ഷിയില്ലാത്ത സന്തോഷം, ഇവയെല്ലാം എന്താണ് അത്യന്തം അപകടകരമാണ്. ആദർശമില്ലാത്ത രാഷ്ട്രീയം, പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിന് എന്തുണ്ടാകണം? എപ്പോഴും ഒരു ആദർശം ഉണ്ടാകണം. അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം. ഇതിൽ മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രത്തിന് ഒരു പ്രശ്നമുണ്ട്. ഈ സയൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ സയൻസ് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ന്യൂട്രൽ ആണ്. അതിനൊരു എന്താണ്, അത് മനുഷ്യന് പല സംഭവങ്ങളും പ്രദാനം ചെയ്യും. അത് നല്ല രീതിയിൽ എന്താണ്
ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് എന്താണ്, അത് നമ്മൾക്കാണ് വിട്ടുതരുന്നത്. ശാസ്ത്രം പറയുന്നില്ല. അതായത് ഇപ്പോ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് ശാസ്ത്രം വിധി ചെയ്തപ്പോ എന്താണ്, എനർജി ഉണ്ടാക്കും. ഈ എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കാം? നിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം? ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യാം? ഈ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ശാസ്ത്രം ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല. ശാസ്ത്രം നിങ്ങൾക്ക് അത് നൽകും. അത് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ജനങ്ങളെ കൊല്ലുവാനായിട്ട് ഉപയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? അത് മനുഷ്യർക്കാണ്. ഇത്രേ ഉള്ളൂ നമുക്ക് ആ ചാപ്റ്റർ. ഇതായിട്ടൊന്നുമില്ല. ഇനി മറ്റൊരു ചാപ്റ്റർ, ഇതും നമുക്ക് ഇതായിട്ടൊന്നും അധികമില്ല. ഇതുകൂടെ നമുക്ക് വായിച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് അവസാനിപ്പിക്കാം. സാമൂഹിക ശാസ്ത്രം എന്തിന്. അത് 4 കെട്ട്. എം ടി വാസുദേവൻ നായരുടെ ഒരു നോവലാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഒരെണ്ണം കിടക്കുന്നത്. എം ടി വാസുദേവൻ നായരുടെ നോവൽ 4 കെട്ട്. 4 കെട്ട് എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ എം ടി വാസുദേവൻ നായരാണ്. അപ്പോ എം ടി വാസുദേവൻ നായർ എഴുതിയ കൃതിയാണ് അല്ലെങ്കിൽ ഒരു നോവലാണ് എന്ന് പറയുന്നത് 4 കെട്ട് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു ഇത് വായിക്കാം. പതിവിലും വൈകിയാണ് അപ്പുണ്ണി സ്കൂളിലേക്ക് പുറപ്പെട്ടത്. രാവിലെ കഞ്ഞി കിട്ടാൻ വൈകി. കുറച്ചു ദിവസമായി നേരത്തെ ഭക്ഷണമില്ല. വിത്ത് മുഴുവൻ എടുത്ത് ചെലവാക്കി കഴിഞ്ഞു. പത്തായത്തിലെ നെല്ല് വലിയമ്മാമ വണ്ടിക്കാർക്ക് വിറ്റു. നെല്ല് ചോദിക്കാൻ ചെന്നാൽ അമ്മാമ കൊടുക്കുന്നത് കേട്ടാൽ അറക്കുന്ന ചീത്ത വാക്കുകളാണ്. ചുരുക്കം ദിവസങ്ങളിലെ വലിയമ്മാമ വീട്ടിലുണ്ടാകാറുള്ളൂ. പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് 8 10 ദിവസം കഴിഞ്ഞാണ്. അടയ്ക്കവറയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും. വീട്ടിലെ ചെലവ് നടത്തേണ്ടത് തന്റെ ഉത്തരവാദിത്വമല്ല എന്ന ഭാവമാണ്. വീട്ടിലെ ഭക്ഷണ കാര്യത്തിൽ കുട്ടമ്മാമയ്ക്കും ശ്രദ്ധയില്ല. നേരത്തിന് വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷി എടുത്തിയെയാണ് ചീത്ത പറയുക. അടുത്ത വീടുകളിൽ നിന്നും നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ്. ഇടയ്ക്കിടെ അവർ പറയും, ഒക്കെ എന്റെ യോഗം. 4 കെട്ട്. എം ടി വാസുദേവൻ നായർ പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള എം ടിയുടെ വാസുദേവൻ നായരുടെ 4 കെട്ട് എന്ന നോവലിന്റെ ഭാഗമാണിത്. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിന്റെ മാറ്റങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ 4 കെട്ടിൽ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ഇതേ കാര്യത്തെ കുറിച്ച് എന്താണ് സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബിൻ ജെഫ്രിയുടെ കണ്ടെത്തൽ പരിശോധിക്കാം. സാമ്പത്തിക ഞെരുക്കം താങ്ങാൻ തറവാടുകൾ കൂടുതൽ ശേഷിയില്ലാത്തവയാകുകയായിരുന്നു. വളരെ വലിയ കുടുംബങ്ങൾ എന്ത് ചെയ്തു, അവരുടെ മിച്ച നെല്ലിന്റെ വിലയേറ്റം മൂലം എന്താണ് ലാഭം നേടിയിരിക്കാം. എന്നാൽ അത് തന്നെ തറവാട്ടിൽ തമ്മിൽ തല്ലിനും അഭിപ്രായ വ്യത്യാസത്തിനും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ചെറുകിട തറവാടുകളെ സംബന്ധിച്ചാണെങ്കിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതിനും തൊഴിലാളികളുടെ കൂലി കൂട്ടിയതിനും നെല്ലുവില വർദ്ധിച്ചതിനും ധനവിഭവത്തെ ശോഷിപ്പിച്ചു. അതിനു പുറമെ എന്താണ് തറവാട്ടിലെ അംഗങ്ങൾ എന്താണ് കൂട്ടുകുടുംബ താല്പര്യങ്ങളെക്കാളും സ്വന്തം താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്തു, കൂടുതൽ പരിഗണന പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ റോബിൻ ജെഫ്രിയുടെ ഒരു എന്താണ് പുസ്തകമാണെന്ന് പറയുന്നത് നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത് റോബിൻ ജെഫ്രി. അതായത് ഒരു വലിയ മരുമൊത്തനായ സമ്പ്രദായത്തിൽ നിന്ന് എന്താണ് നമ്മൾ ചെറിയ കുടുംബങ്ങളിലേക്ക് മാറുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത്. ഇവിടെ എം ടിയും ജെഫ്രിയും പ്രതിപാദിക്കുന്ന വിഷയം ഒന്നാണെങ്കിലും അവരുടെ നിരീക്ഷണങ്ങൾ എന്താണ് വ്യത്യസ്തങ്ങളാണ്. എം ടിയുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും ഭാവനയുമാണ് 4 കെട്ടിലെ നിഗമനത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ശാസ്ത്രീയ രീതികളെ കുറിച്ച് എന്താണ് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്താണ് എന്ത് ചെയ്യുന്നത് ജെഫ്രി തന്റെ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. 4 കെട്ട് എന്ന് പറയുന്നത് നോവലാണ്, ഒരു സാഹിത്യ രൂപമാണ്. അത് ഭാവന കലർന്നതാണ്. വൈകാരിക പ്രതികരണങ്ങൾ അതിലുണ്ടാകും. ഇനി നായർ മേധാവിത്വത്തിന്റെ പഠനം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഗവേഷണ പഠനമാണ്. വസ്തുനിഷ്ഠാടിസ്ഥാനത്തിലാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഒരു യുക്തിപരമായിട്ടുള്ള ഒരു അവതരണത്തിലേക്കാണ് അത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി നമുക്ക് സാമൂഹിക ശാസ്ത്രങ്ങളുടെ ലോകം എന്നുള്ള ഭാഗം നോക്കാം. ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രശാസ്ത്രം, നരവംശാസ്ത്രം, മനഃശാസ്ത്രം മുതലായിട്ടുള്ള എന്താണ് വിവിധ സാമൂഹിക ശാസ്ത്ര ശാഖകളാണ്. താഴെ പറയുന്നവ ഇതെന്താണ് ഇവയെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്
സാമൂഹിക ശാസ്ത്രത്തിന്റെ ലോകം എന്ന് പറയുന്നത്. അതായത് ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, എന്താണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം, നരവംശ ശാസ്ത്രം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മള് സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നത്. ആദ്യകാലത്തെ സാമൂഹിക ശാസ്ത്ര ചിന്തകന്മാർ നാം ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് മുൻ അധ്യായങ്ങളിൽ എന്ത് ചെയ്തു പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ വിപ്ലവാനന്തര ഫ്രാൻസിലുണ്ടായ സാമൂഹിക പരിഷ്കരണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചത്. വിപ്ലവാനന്തരം ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളാണ് സാമൂഹ ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചത്. 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് തന്നെ എന്താണ് ഒരു വിപ്ലവ യുഗം എന്ന പേരിലാണ്. സമൂഹ ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് 3 വിപ്ലവങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ഒന്ന് ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 വ്യാവസായിക വിപ്ലവം. ഇങ്ങനെയുള്ള 3 വിപ്ലവങ്ങളാണ് എന്തിനു വഴിയൊരുക്കിയത്? ഇവിടെ സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയ്ക്ക് എന്ത് ചെയ്യുന്നത് വഴിയൊരുക്കിയത്. ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം. ഈ വിപ്ലവങ്ങളിലൂടെ പശ്ചാത്തലത്തിലൂടെ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സമൂഹ ശാസ്ത്രം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ചത്. ഫ്രഞ്ചുകാരനായിട്ടുള്ള അഗസ്റ്റ് കോംതെ സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അതാണ് സമൂഹ ശാസ്ത്രത്തിന്റെ സോഷ്യൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അഗസ്റ്റ് കോംതെ എന്ന് പറയുന്ന എന്താണ് വ്യക്തിയാണ്. അഗസ്റ്റ് കോംതെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏത് രാജ്യത്തെ പൗരനാണ്? അദ്ദേഹം ഫ്രഞ്ച് പൗരനാണ്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങളിൽ എന്താണ് സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ആരെന്ന് പറയുന്നത്? ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. അതായത് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ എന്താണ് സാമൂഹിക പഠനത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം എന്ന് എന്താണ് ഉപയോഗിച്ച ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായിട്ടുള്ള പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് എന്ത് ചെയ്യുന്നു അദ്ദേഹം വ്യക്തമാക്കി. കാൾ മാർക്സ്, ഏമൽ ദുർഖീം, മാക്സ് വെബർ മുതലായവർ എന്താണ് ഈ പറയുന്ന ഈ സാമൂഹ്യ സോഷ്യൽ സയൻസിൽ എന്താണ് ഒരുപാട് അതിന്റെ വികാസങ്ങൾക്ക് എന്താണ് വലിയ സംഭാവനകൾ നൽകിയവരാണ്. ഈ സാമൂഹ്യ ശാസ്ത്രം ഇന്ത്യയിൽ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ സാമൂഹിക ശാസ്ത്ര പഠനം ആരംഭിച്ചു. ബോംബെ സർവകലാശാലയിലാണ് ആദ്യത്തെ സമൂഹ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിക്കുന്നത്. GS ഗുര്യേ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ്, DP മുഖർജി തുടങ്ങിയവർ എന്താണ് ഇന്ത്യയിൽ സമൂഹ ശാസ്ത്ര പഠനത്തിന് പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. അപ്പൊ സമൂഹ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത് സമൂഹ ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് മനുഷ്യനും അവന്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമൂഹ ശാസ്ത്രം പഠിക്കുന്നത്? സമൂഹത്തെ കുറിച്ച് എന്താണ് നമുക്കൊരു ശരിയായിട്ടുള്ള ധാരണ രൂപീകരിക്കാൻ, സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും എന്താണ് വസ്തുനിഷ്ഠമായിട്ട് സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള എന്ത് ചെയ്യുന്നു ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു സൂക്ഷ്മമായി പഠിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ എന്ത് ചെയ്യുന്നു സഹായകമാകുന്നു. സാമൂഹിക ആസൂത്രണത്തിനും വികസനത്തിനും എന്ത് ചെയ്യുന്നു പ്രയോജനപ്പെടുത്തുന്നു. പിന്നോക്ക വിഭാഗങ്ങൾ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്താണ് മാർഗദർശനമായിരുന്നു. സമൂഹ ശാസ്ത്രത്തിലെ പഠന രീതികൾ വിദ്യാഭ്യാസപരമായും പ്രായോഗികമായിട്ടുമുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി ഇന്ന് ലോകമെങ്ങും എന്താണ് സമൂഹ ശാസ്ത്ര പഠനങ്ങൾ നടന്നു വരുന്നു. ഇത്തരം പഠനങ്ങൾക്കായിട്ട് എന്താണ് സമൂഹശാസ്ത്രം ചില വ്യത്യസ്ത പഠന രീതികൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സർവേ. നിങ്ങൾ സെൻസസ് എന്ന് കേട്ടല്ലേ?
ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്? 10 വർഷം. എന്താണ്? 10 വർഷം. 10 വർഷം. രാജ്യത്തെ മൊത്തം ജനങ്ങളെ കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേയാണ് എന്തെന്ന് പറയുന്നത് സെൻസസ് എന്ന് പറയുന്നത്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത് സർവേ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു സാമൂഹിക വിഷയത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട്, അപ്പോ നമുക്കൊരു വിഷയത്തെ കുറിച്ച് പഠിക്കണം എങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ചെന്ന് ആളുകളുമായിട്ട് സംസാരിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്ന ആ രീതിയാണ് എന്ന് പറയുന്നത് ഈ സർവേ എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത സംഘം ജനങ്ങളിൽ ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെ കുറിച്ച് എന്താണ് സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുവാൻ ഈ സർവേ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. വലിയ ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിനാണ് എന്ത് ചെയ്യുന്നത് സർവേ രീതി ഉപയോഗിക്കുന്നത്. സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന് പലപ്പോഴും എന്താണ് സെൻസസ് എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം പഠന വിധേയമാക്കുന്ന മൊത്തം വ്യക്തികളിൽ നിന്ന് എന്താണ് വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് കഴിയുവാറില്ല. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളിൽ നിന്നാണ് വിവരശേഖരണം നടത്തുന്നത്. ഇത്തരം പഠനങ്ങൾ എന്താണ് പറയുന്നത് സാമ്പിൾ സർവേ എന്നാണ് പറയുന്നത്. അതായത് 100 പേരെ കുറിച്ച് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ആ കൂട്ടത്തിലുള്ള ഒരു 10 പേരെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും, അവരെ കുറിച്ച് പഠിക്കും. ഇതിനെയാണെന്ന് പറയുക സാമ്പിൾ സർവേ എന്ന് പറയുക. സർവേയിൽ വിവരം ശേഖരിക്കാൻ പല മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ, ടെലിഫോണിലൂടെ പലതരത്തിലുള്ള സർവേകൾ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ സാമൂഹിക സർവേയിൽ എന്താണ് വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് സാധാരണയായിട്ട് എന്താണ് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലികൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. വിവരശേഖരണത്തിന് ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് എന്ന് പറയുന്നത് ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ചോദ്യാവലി പ്രതികർത്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് വിവരശേഖരണം നടത്തുന്നത്. പഠനവിധേയമാക്കുന്ന സംഘത്തെയാണ് എന്ന് പറയുന്നത് പ്രതിനിധികർത്താക്കൾ എന്ന് പറയുന്നത്. എന്താണ് പ്രതികർത്താക്കൾ പൂരിപ്പിച്ചു നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പഠനം നടത്തുന്നത്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്ന അഭിമുഖമാണ്. അതായത് വാർത്താ മാധ്യമങ്ങളിൽ നടത്തപ്പെടുന്ന അഭിമുഖങ്ങൾ എന്താണ്, സമൂഹശാസ്ത്ര എന്താണ് വിഷയങ്ങൾ എന്താണ് വിവരശേഖരണത്തിന് ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു രീതിയാണ് എന്തെന്ന് പറയുന്നത് അഭിമുഖം. അതായത് വാമൊഴിയായിട്ട് എന്ത് ചെയ്യുന്നു, വിവരം ശേഖരിക്കുന്ന ഒരു രീതിയാണ്. ഗവേഷകനും എന്താണ് പ്രതികർത്താവും തമ്മിൽ സംഭാഷണമാണ് എന്തെന്ന് പറയുന്നത് അഭിമുഖം എന്ന് പറയുന്നത്. വ്യക്തികളുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മതലങ്ങളിൽ അറിയുന്നതിനും വിശകലനം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത് അഭിമുഖം എന്ന് പറയുന്നത്. എന്താണ് അഭിമുഖം എന്നാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ആവശ്യമായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തൽ, ശേഖരിക്കേണ്ട വിവരങ്ങളെ കുറിച്ച് ധാരണ രൂപീകരിക്കൽ, ഉചിതമായിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കൽ, ഫലവത്തായിട്ടുള്ള രീതിയിലുള്ള ആശയവിനിമയം, സമയക്രമീകരണം, ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലും. അഭിമുഖവും ചോദ്യാവലിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അഭിമുഖം എന്ന് പറയുന്നത് വിവരങ്ങൾ വാമൊഴിയായിട്ട് ശേഖരിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഗവേഷകർ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ചോദ്യാവലി എന്ന് പറയുന്നത് എന്താണ്, വിവരങ്ങൾ എന്താണ് നൽകുന്ന ആൾ തന്നെ എന്തായിരുന്നതാണ് ഫിൽ ചെയ്ത് നൽകുകയാണ്. അവര് തന്നെ എന്താണ് രേഖപ്പെടുത്തുകയാണ്, വാമൊഴിയായിട്ട് കൊടുക്കുകയല്ല, എന്ത് ചെയ്യുകയാണ്, അത് രേഖപ്പെടുത്തിയാണ് നൽകുന്നത്. അടുത്തത് നിരീക്ഷണം. എല്ലാ ശാസ്ത്ര ഗവേഷണ രീതികളിലും എന്നതുപോലെ ശാസ്ത്ര പഠനത്തിലും അടിസ്ഥാനമായിട്ടുള്ള ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് നിരീക്ഷണം എന്ന് പറയുന്നത്. അഭിമുഖം പോലെയുള്ള രീതികളിൽ എന്താണ് പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങളിലും മറ്റും നിരീക്ഷണ രീതികൾ ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇനി കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അപൂർവവും വേറിട്ടതുമായിട്ടുള്ള സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ത് ചെയ്യുന്നത് പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ ഇത്തരം രീതിയിലൊക്കെയാണ് സാമൂഹിക ശാസ്ത്രം എന്ത് ചെയ്യുന്നത് വിവരങ്ങളെ രേഖപ്പെടുത്തുന്നത്. നമുക്ക് ഇതിൽ എന്താണ് എല്ലാം ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാനിവിടെ അഗസ്റ്റസ് കോമിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഉണ്ട്. അത് എന്ത് ചെയ്യുക, അത് മാത്രം അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു മാറ്റി വെക്കുക. നമുക്ക് ആവശ്യമുള്ളത് അത്രയും കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തോടു കൂടിയിട്ട് എന്താണ് ഈ രണ്ടാമത്തെ ബുക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ തീരുകയാണ്. ഇനി
ഒന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ ബുക്കും തീർന്നു. ഇനി നമ്മൾ എന്താണ് രണ്ടാം ഭാഗത്തിൽ അടുത്ത ക്ലാസ് മുതൽ ഇപ്പൊ ഇത് സംസാരിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ വളരെ കുറവായിരുന്നു. ഇനി അടുത്തത് നമ്മൾ എന്താണ് രണ്ടാമത്തെ ബുക്കിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ജോഗ്രഫിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് മുതൽ കൂടുതലായിട്ട് എന്താണ് ഉള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് അതിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോ ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.